ഹലോ ഹലോ ഹായ്. ഞാൻ 2 ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ക- കാരണം അത്ര ഫിസിക്കലി ഐ എം നോട്ട് ഫീലിംഗ് വെല്ല്. ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ തോന്നരുത്, വെറുതെ ഒരു സ്റ്റാറ്റസിനോട് വെച്ചടിച്ചാണ്. ഞാൻ വേറൊന്നുമല്ല ഇന്ന് വന്നത്. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. അതില് ആ, കാരണം ജീവനക്കാരും യാത്രക്കാരും ആഹ് എല്ലാവരും നമ്മളെ വിട്ടു പോയിക്കുന്നു. കാരണം പ്ലെയിന് കൺട്രോള് പോയി കയ്യിൽ നിന്ന്, പിന്നെ നേരെ നിലത്തേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും സങ്കടമുണ്ട്. കാരണം ഇപ്പോ ഞാൻ ആൾക്കാരെ നോട്ട് ചെയ്ത് പറയല്ല, മലയാളീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ യു കെക്കാരുണ്ട്. കാരണം യു കെയിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു നിലത്ത് വീണത്. അതിൽ ഓരോരുത്തരും, കാരണം നമ്മൾ പ്ലെയിൻ കയറാൻ വേണ്ടി ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെയാണ് ഞാൻ പോകുന്ന സമയത്ത്, ദുബായിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിൽ സ്വപ്നമാണ്, ആ പ്ലെയിൻ അവിടെ ചെന്നിറങ്ങി പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോയി നാട്ടിലേക്ക് പൈസ അയച്ച് ഒരു വീടുണ്ടാക്കി എല്ലാ വീട്ടുകാരെല്ലാരും, ഇപ്പൊ അനിമാരുണ്ടോ മക്കളുണ്ടോ അവരൊക്കെ നല്ല പഠിപ്പും കാര്യങ്ങളും കൊടുത്ത് നല്ലൊരു ജീവിതം കൊടുക്കാനൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും, ഇപ്പൊ ഞാനടക്കം ഇപ്പോ ആ പ്ലെയിൻ ക്രാഷിൽ മരിച്ചു പോയ, നമ്മളെ വിട്ടുപോയ ആൾക്കാരൊക്കെ. കാരണം ഇപ്പൊ ഒരു ലേഡി ഉണ്ട്, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവള് സെലാല ഒമാനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പേര് ഞാൻ പറയുന്നില്ല. കാരണം അവള് യു കെയിലേക്ക് ജോലി കിട്ടി, ജോലി റെഡിയായ നേഴ്സായിട്ട് തന്നെ അവള് പോയി അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്തു. പുതിയൊരു ജോലിക്ക് വേണ്ടി വിസ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് വന്നതായിരുന്നു. പക്ഷേ ആ മടങ്ങിപ്പോക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ദൂരത്തേക്കായി പോയി ആ സഹോദരിയുടെ മടങ്ങിപ്പോക്ക്. കാരണം ആ വീട്ടിലെ അത്താണിയായിരുന്നു, 2 മക്കളുടെ അമ്മയായിരുന്നു. കാരണം ആ കുട്ടികളുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ മനസ്സാക്ഷിയുള്ള ആർക്കും അത് ചങ്ക് തകർന്നു പോകും. കാരണം ആ സിറ്റുവേഷനിൽ നമ്മളായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ എന്നൊരു ചിന്ത സാധാരണ മനുഷ്യന്മാർക്ക് വരും. പക്ഷേ ആ പെൺകുട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു നല്ല ഗവൺമെന്റ് പോസ്റ്റിലിരിക്കുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ തന്നെ കമന്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു എതിരായിട്ട്. നായര് പെണ്ണുങ്ങള് ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് ഒരു വിദ്വേഷ പരാമർശം. അതിന്റെ പേരിൽ അയാൾക്ക് സസ്പെൻഷൻ കിട്ടി, വകുപ്പ് തല അന്വേഷണം ഉണ്ടാവും. ഇനിയും ഈ പറഞ്ഞ സർക്കാരിലേക്ക് റെക്കമെൻഡേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരാള് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് വേണ്ട എന്ന രീതിയിൽ മിക്കതും ആ പണി പോകുന്നില്ല എനിക്ക് തോന്നുന്നു. കാരണം ഇതിലും കൂടുതൽ ക്രൈം ചെയ്തവര് ഇപ്പോഴും സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം പുറത്താക്കുന്നില്ല. അല്ലെ, ഞാൻ സബ്ജക്റ്റ് ചെയ്ത് പോകുന്നു. ഞാനിപ്പോ എന്തിനാ വന്നതെന്ന് വെച്ചാല്, ഇപ്പോ ഒരു ചാനല് നമുക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്ക് എല്ലാവർക്കും മാനസികമായും ശാരീരികമായും എല്ലാവിധ എനർജിയും ഊർജവും കൊടുത്ത് അങ്ങനെ മെസ്സേജസ് മാത്രം പാസ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്, മലം ടി വി, അല്ല ജനം ടി വി. ആ ജനം ടി വിയുടെ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ഒരു ന്യൂസ്. അതായത് പ്ലെയിൻ ക്രാഷില് 290 മുകളിൽ ആൾക്കാർ, ജീവനക്കാർ, യാത്രക്കാരും അടക്കം മരിച്ചെന്നാണ് ഞാൻ കേട്ടത്, ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇവര് ഫൈൻഡ് ചെയ്തത് അതിനിടയിൽ നിന്നൊരു ഭഗവത്ഗീതയുടെ, ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്, ഒരു ഭഗവത്ഗീത കിട്ടിയിരിക്കുന്നത്. കാരണം ഞാൻ ആലോചിക്കുന്നു, ഭഗവത്ഗീത കിട്ടിയപ്പോ അതിന്റെ ഒരു പുണ്യമാണ് ഇവര് പറയുന്നത്. എല്ലാം കത്തിച്ചാമ്പലായിട്ടും ഭഗവത്ഗീത നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു കുഴപ്പമില്ലാണ്ട് കിടന്നു എന്ന് പറയുമ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഭഗവത്ഗീത കയ്യെ പിടിച്ച മനുഷ്യന്മാരും ഉണ്ടാവില്ലേ, ഓർക്കെതിരായിരുന്നോ ദൈവം നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്? അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ, കാരണം ഇത്രയും ജനങ്ങളെ കൊലക്ക് കൊടുത്തിട്ട് ഒരു പുസ്തകത്തിന്റെ പേജ് മാത്രം കീറാതെ കത്താതെ രക്ഷപ്പെടുത്തി ആ ദൈവം സൈക്കോ ആണോ? ആക്ച്വലി എനിക്ക് തോന്നുന്നുണ്ട് ദൈവം സൈക്കോ ആണ്. കാരണം 290 പേര് മരിച്ചു. പക്ഷെ ഈ ജനൻ ടി വിക്ക് അതൊന്നും ഒരു ന്യൂസ് അല്ല. ഭഗവത്ഗീത അത് കത്താതെ കിട്ടിയതാണ് അവർ ഏറ്റവും പുണ്യമായിട്ടും കാര്യങ്ങളായിട്ടും വരുന്നത്. കാരണം അവരുടെ നിലവാരം അനുസരിച്ചിട്ട് അവര് കരിഞ്ഞു പോയല്ല മനുഷ്യന്മാർക്ക് യാതൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവത്ഗീത കിട്ടിയിരുന്നു.
അല്ല ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒരാള് മാത്രമേ എത്തിയിട്ടുള്ളൂ, അടുത്തത് ബൈബിള് വരാനുണ്ട്, ഖുറാന് വരാനുണ്ട്, എല്ലാം കൂടി വന്ന വൻ കോമഡി ആയിരിക്കും. കാരണം എടോ ഇപ്പോ നമുക്ക് ഇച്ചിരി ബോധം ഉണ്ടെന്ന് വിചാരിക്കാം. കാരണം ഞാൻ ആ ന്യൂസ്, കാരണം ആ ന്യൂസിലെ ആ പെണ്ണിന്റെ ഒരു വികാരം, കാരണം ഭഗവത്ഗീത കിട്ടി എന്ന് പറയുന്ന ആ പെണ്ണിന്റെ സ്വരത്തിലെ ആ ഒരു വികാരം നിങ്ങൾ എല്ലാരും കേൾക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. എവിടെ അത് ഓപ്പൺ ആക്കണം. ഇപ്പൊ വാട്സപ്പിന്റെ അപ്ഡേറ്റ് കാരണം കറക്റ്റ് വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല മഴ ഉണ്ട് കേട്ടോ, അതേമാതിരി ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതിൽ ഒന്ന് രണ്ട് വീഡിയോസ് കൂടി കാണിക്കുന്നുണ്ട്. കാരണം ഒരു ഡോക്ടർ നോർത്ത് ഇന്ത്യൻ ആണെന്ന് സംശയമുണ്ട്. ആള് കൊല്ലങ്ങളായിട്ട് ജോലി ചെയ്തിരുന്ന അവിടെയാണ്. നാട്ടിലേക്ക് എത്തി, തന്റെ ഭാര്യയും 3 മക്കളെയും കൂട്ടിയുള്ള തിരിച്ച് UK നല്ലൊരു ജീവിതത്തിലേക്കുള്ള യാത്രയാണ് അവരുടെ അവസാനത്തെ. ആ വീഡിയോ കൂടി ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ, ഇതൊരു 39 സെക്കൻഡ് ഉണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക, ആ പെണ്ണിന്റെ ഒരു മനസ്സിൽ നിന്ന് വരുന്ന വികാരങ്ങൾ. ആൾക്കാരെ കത്തിയാവുന്ന കുഴപ്പമില്ല, അവൾക്ക് ഭഗവത്ഗീത കിട്ടിയാലാണ്. ഒന്ന് നോക്കിട്ടോ. देखिए यहाँ पर इस पूरे विमान के हादसे में जहाँ सब कुछ क्षतिग्रस्त हो गया है, जल गया है, यहाँ पर ये भगवत गीता आपको सही हालत में आपने अभी यहाँ पे पड़ी थी। यस पैसेंजर का रहा मे भी हो सकता है, वो तो हम नहीं बता सकते तो किसका रहा, मुझे कोई तो रीड करता होगा तभी आई है। तो कहने का मतलब ये है कि इतनी गर्मी के अंदर भी मतलब 50,000 से ज्यादा लीटर होगा इसके यहाँ पे। और जो हादसे हुए, एक सेकंड मैं बता रहा हूँ, एक सेकंड। तो ये प्रभु पदा की भी फोटो है अंदर, ये भगवान गॉड की भी फोटो है, सारी की सारी फोटो सेफ रही है। അയ്യന്റെ പൊന്ന് ദൈവങ്ങളെ, നിങ്ങൾ ഇങ്ങനെ കോമഡി പീസുകളാവല്ലേ. കാരണം സൈക്കോ ദൈവം എന്നൊരു പേര് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. കാരണം ഓരോ ദാരുണ സംഭവങ്ങൾ നടക്കുമ്പോഴും ഈ നാട്ടില് കുറെ ആൾക്കാർ മരിക്കുന്ന, അല്ലെങ്കിൽ ചില കുട്ടികൾ മരിക്കുന്ന, അല്ലെങ്കിൽ വേറെ ആൾക്കാർ മരിക്കുന്ന. അപ്പൊ എന്റെ ദൈവമേ എന്നെ കാത്തോളണേ. അത് ഞാൻ ഉദ്ദേശിച്ച ദൈവം എന്നുദ്ദേശിച്ച് ഞാൻ ജനറലി പൊതുവെ എല്ലാരെയും കൂടിയാണ് ഉദ്ദേശിച്ചത്. ഒരാളെ മാത്രമല്ല, എനിക്കിട്ട് ആരും താങ്ങരുത്. അല്ല, ഇതിൽ പറയുന്ന കേട്ടില്ലേ, കാരണം ഭഗവത്ഗീത കിട്ടി, അത് ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ഒരു പുണ്യമാണ്. ആ പെണ്ണ് അവിടെ നമ്മുടെ മുന്നിൽ എത്തിക്കാൻ നോക്കുന്നത്. ഈ ന്യൂസ് ഒരു വിഭജിക എന്ന് പറഞ്ഞ ഒരു ഒരു ഫേസ്ബുക്ക് പേജും ഉണ്ട്. കാരണം ജനൻ TV, മലൻ TV പോലെ വിഭജിക എന്ന പേരിൽ അവരും ഇറക്കുന്നത് ഇത് തന്നെയാണ്. അവന്റെ പുണ്യം, അവന്റെ ക്യാപ്ഷൻ കാണണം. അത് എന്തോ വൃത്തി. ഞാനതൊക്കെ സൈഡിൽ കാണിക്കും, നിങ്ങൾ കാണ്. കാരണം ഇവര് എന്താണ് ജനങ്ങൾ ഇങ്ങനെ ബോധമില്ലാത്തവരാവണത്. കാരണം ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നത് എന്റെ ദൈവമേ നീ പുണ്യമാനാണ്, നീ ഭഗവത്ഗീത ഞങ്ങൾക്ക് തന്നില്ല ഒരു കുഴപ്പമില്ലാണ്ട്, നീ അല്ലെങ്കിൽ വേറെ ഖുറാൻ തന്നില്ല, അല്ലെങ്കിൽ ബൈബിള് തന്നില്ലേ. ബാക്കി മനുഷ്യന്മാർക്കൊക്കെ എന്തൊരു പുല്ല് വിലയാണോ അവര് കൊടുത്ത്. വിഭജിക്കുകയാണെങ്കിലും ജനൻ TV ആണെങ്കിലും ഈ പെണ്ണാണെങ്കിലും ഇപ്പൊ ചാനലൊന്നും വെച്ചടിച്ചില്ലേ. അത് പക്ഷെ വേറൊരു കാര്യം ചിന്തിക്കണം. 2 കാര്യങ്ങളുണ്ട്. ഈ ഭഗവത്ഗീത ഈ കരിഞ്ഞതിന്റെ ഇടയിൽ കൊണ്ടിട്ടിട്ട് അത് ന്യൂസാക്കാൻ, റീച്ചാക്കാൻ കാണിച്ച ആ ഒരാളുടെ മനസ്സ്. രണ്ടാമത്, ഇപ്പൊ ഭഗവത്ഗീത കത്തിക്കരിയാണ്ട് കിട്ടി, ദൈവത്തിന്റെ പുണ്യമായിട്ട് ആ സ്ത്രീ പറയുന്ന, ബാക്കി ജനങ്ങളും പറയുന്ന, വിവരദോഷികളായ വിശ്വാസികളും പറയുന്നുണ്ട്. ഞാൻ ചിന്തിക്കണത്, ഇത്ര ആൾക്കാര് കരിഞ്ഞണങ്ങിയപ്പോ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുണ്ട്. സ്വന്തം അനിയനായിട്ട് UK യാത്രയില് ഇതിൽ നിന്ന് തെറിച്ച് വീണു എന്നാണ് ആള് പറയണത്. ആള് രക്ഷപ്പെട്ടു, അനിയനൊക്കെ പോയിക്കുന്ന. അല്ല, അപ്പൊ ഈ ഭഗവത്ഗീത കത്തിക്കരിയാണ്ട് കിട്ടിയെങ്ങ ഈ ഒരാള് രക്ഷപ്പെട്ടെങ്ങ അയാളും ദൈവമല്ലേ? ദൈവത്തിന്റെ ഒരു വരദാനം തന്നെയല്ല ആള്. കാരണം ഇത്ര പേര് കരിഞ്ഞടങ്ങിയപ്പോ ഭഗവത്ഗീത കിട്ടിയപ്പോ ഇയാളെയും കിട്ടി. ഇനി ഇയാളെയും നാളെ ഒരു അമ്പലം പണിത് ആരാധിക്കുന്ന ഒരു സമൂഹം വന്നുകൂടായില്ല. ഞാന് വേറൊരു വീഡിയോ ഞാൻ കാണിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 കുട്ടികളും ഭാര്യ ഭർത്താവ്, കാരണം 8 കൊല്ലം 7 കൊല്ലം അവിടെ ജോലി ചെയ്ത് മക്കളെ കൊണ്ടുപോകുമ്പോ ആ സമയത്ത് അവര് വീഡിയോ ജസ്റ്റ് ഒന്ന് പകർത്തിണ്ടായിരുന്നു. കാരണം അതൊരു നോവാണ് കാണുന്നവർക്കൊക്കെ. ഈ ന്യൂസിനെ പറ്റി നോക്കുമ്പോ ഈ ഫാമിലിയുടെ സന്തോഷം,
അതൊക്കെ ഒരു നിമിഷത്തിലാണ് ഇല്ലാണ്ടായിട്ടുള്ളത്. ആ വീഡിയോ ഞാനൊന്ന് സൈഡിൽ കാണിക്കാം. ഇവിടെ 5 സെക്കൻഡിലോട്ടാ. സഹിക്കുന്നില്ല. എന്ത് സൈക്കോ ദൈവമാടോ. അതേമാതിരി ആ ദൈവത്തിന് പിന്താങ്ങിട്ട് ഇമാതിരി പോസ്റ്റും വീഡിയോസും ഇടുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് റീച്ചിന് വേണ്ടി ശ്രമിക്കുന്ന ഈ വക ആൾക്കാരെ ഏത് ഗണത്തിലാണ് കൂട്ടേണ്ടത്? കാരണം എനിക്കൊക്കെ ഒരു സഹതാപം തോന്നുകയാണ്. അത് അവരോടല്ല, ഒരു മനുഷ്യനായിട്ട് പിറന്നിട്ട് ഇതൊക്കെ കാണേണ്ടി വരുന്ന സാധാരണ മനുഷ്യന്മാരുള്ള ഒരു എന്താ പറയാ, ഒരു മനസ്സിന്റെ ഒരു ഇത് പുച്ഛം ഉണ്ടാവുമല്ലോ. അത് എനിക്ക് എന്നോട് തന്നെ തോന്നുകയാണ്. കാരണം ഇവരുടെ കൂട്ടത്തിൽ ഞാനും ഒരു മനുഷ്യനാണല്ലോ എന്ന്. ഞാനിപ്പോ ഇതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ കാരണം ഭഗവത്ഗീത കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ ഒരു ആരാധനയും, അത് പറയുന്ന ആള്, അത് കൊണ്ടിട്ട ആളിപ്പോഴും എവിടെയോ കിടക്കുകയാണ്. കാരണം കത്തിക്കരിഞ്ഞിടയില് ആ ഇത് മാത്രം. കാരണം ഞാൻ ചിന്തിക്കാണ്, ഈ ഭഗവത്ഗീത വായിച്ച് അത് മാത്രം രക്ഷപ്പെടുത്തിയെടുത്ത ദൈവത്തിന് എന്തുകൊണ്ട് ഇത്രയും ജനങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല? കാരണം അത് എന്റെ മാത്രം സംശയമല്ല കേട്ടോ. ഞാനിത് ഷെയർ ചെയ്തിട്ട് എന്റെ പ്രിയ സുഹൃത്തുണ്ട്, ആ പെൺകുട്ടിയും പറഞ്ഞത് ഇത് ദൈവങ്ങൾ സൈക്കോ ആണ് അവിടെ വന്ന് ചോദിച്ചത് എന്നോട്. കാരണം ഒരു സിനിമയിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട്, പാപിയെ പന പോലെ വളർത്തും, അപ്പൊ പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി മുള്ളും കല്ലും നിറഞ്ഞതാന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആരാധിക്കുന്ന, കാരണം ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഇപ്പോ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ദൈവത്തിലേക്ക് ഇത്രയധികം അധപതിച്ച് ആരാധിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ വക സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കുള്ള ദൈവവിശ്വാസവും കാര്യങ്ങളൊക്കെ പോണത്. എനിക്കില്ല ഇപ്പോ, അങ്ങനെ തന്നെ പറയാം. കാരണം ഇങ്ങനത്തെ സംഭവങ്ങളല്ലേ ഡെയിലി നടക്കുന്നത്. എത്ര പേര് കൊലപ്പെടുന്നു. ഒരു പുതിയ ജീവിതം ആഗ്രഹിച്ചിട്ട് ആ UK ഫ്ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇത് ഇന്ത്യ സന്ദർശിക്കാനെത്തിയ വിദേശികള്, അതില് ഒരു 290 സംതിങ് ആൾക്കാരുണ്ട്. അവരൊക്കെ മരിച്ചു, നമ്മളെ വിട്ടുപോയി, അവരെ കുടുംബക്കാർക്ക് നഷ്ടപ്പെട്ടു. അതിനിടയിൽ കുറെ ആൾക്കാർ റീച്ച് ഉണ്ടാക്കുക ബൈബിളും ഭഗവത്ഗീത ഖുറാനും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ദൈവം തന്നെയാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഇന്നത്രേ ഉള്ളൂ. കാരണം ടോട്ടലി ഞാൻ പറയാലോ, മനുഷ്യനായി പിറന്നതിൽ ഏറ്റവും സങ്കടമുണ്ട്, ലജ്ജയുണ്ട് ഈ വക സംഭവങ്ങൾ കാണുമ്പോൾ മാത്രം. അപ്പോ വീണ്ടും അടുത്തായിട്ട് വരാം. അടുത്തൊരു സബ്ജക്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് പെട്ടെന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം തോന്നിയോണ്ടാണ്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നു മോനെ.